മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യ നില ഗുരുതരമായി തുടരുന്നുവെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. അർജുൻ രാജ് വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, ഏതായാലും ഒരു ഒറ്റവരി മെഡിക്കൽ ബുള്ളറ്റിനാണ് ഇറക്കിയിരിക്കുന്നത് SUT ആശുപത്രി. ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത്? ഏത് തരത്തിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി തുടരുകയാണിപ്പോൾ? അതീവ ഗുരുതരാവസ്ഥയിലാണ് വി.എസിന്റെ ആരോഗ്യസ്ഥിതി ഇപ്പോഴുള്ളത്. ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ ഒറ്റ വരിയിലാണ് മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കിയിരിക്കുന്നത്. തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിക്കപ്പെട്ട വി.എസ്. അച്യുതാനന്ദൻ നില മാറ്റമില്ലാതെ തുടരുന്നുവെന്നാണ് ഈ മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നത്. ഏതെങ്കിലും രീതിയിൽ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്ന അവസ്ഥ ഇല്ല എന്ന് മാത്രമല്ല, കൂടുതൽ വഷളാകുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോഴുണ്ട്. നേരത്തെ ഇന്നലെ ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗമാണ് അദ്ദേഹത്തിന് 72 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഡയാലിസിസ് ചെയ്യാം എന്ന് തീരുമാനിച്ചിരുന്നത്. അത് പുനരാരംഭിക്കുകയും ചെയ്തു. പക്ഷേ അത് പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ആരോഗ്യസ്ഥിതി മോശമാകുന്നത് കൊണ്ട് തന്നെ തുടർച്ചയായി ഡയാലിസിസ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വൃക്കകളുടെ പ്രവർത്തനം കാര്യക്ഷമമല്ല എന്നുള്ള പ്രശ്നമുണ്ട്. രക്തസമ്മർദ്ദം അത് നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇതൊക്കെ സാധാരണ രീതിയിലാക്കാനുള്ള തീവ്ര പരിശ്രമം കഴിഞ്ഞ 10 ദിവസമായി തുടരുകയാണ്. പക്ഷേ ആരോഗ്യസ്ഥിതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പുരോഗതി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലും നമുക്ക് പറയേണ്ട കാര്യം. അത് രക്തസമ്മർദ്ദത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഉൾപ്പെടെ. കാരണം ഈ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് കഴിഞ്ഞ 10 ദിവസമായി അദ്ദേഹം കഴിയുന്നത്. അതിൽ ഇന്നലെ ഓക്സിജന്റെ നില താഴ്ത്തി സ്വന്തമായി ശ്വസിക്കാൻ കഴിയുമോ എന്ന് ഡോക്ടർമാർ പരിശോധിച്ചിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സാധ്യത നിലവിൽ ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഒപ്പം തന്നെ ഈ വൃക്കകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാനുള്ള ചികിത്സ ആരംഭിച്ചിരുന്നു. അതൊന്നും ഏതെങ്കിലും രീതിയിൽ പുരോഗതിയിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നേരിയ പുരോഗതിയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ഉണ്ടായിരുന്നത്. മെച്ചപ്പെട്ട ഒരവസ്ഥ അദ്ദേഹത്തിന്റെ ആരോഗ്യം സംബന്ധിച്ച് ഇതുവരെ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ 10 ദിവസമായി എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 7 അംഗ വിദഗ്ധ സംഘവും SUT ആശുപത്രിയിലെ ഡോക്ടർമാരും ചേർന്ന സംഘമാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വിശദമായി പരിശോധിക്കുന്നത്. അദ്ദേഹത്തിന് നിലവിലുള്ള ചികിത്സ തന്നെയാണ് തുടരുന്നത്. ഈ ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാനുള്ള ആന്റിബയോട്ടിക് ആണ് അതിന് പുറമെ ചെയ്യുന്ന കാര്യം. പിന്നെ ഈ വെന്റിലേറ്ററിന്റെ സഹായവും ഡയാലിസിസും ഇതാണ് ഈ നിലവിലുള്ള ചികിത്സാ രീതിയിൽ അതുപോലെ തുടരുകയാണ്. പക്ഷേ അത് ഏതെങ്കിലും രീതിയിൽ പുരോഗതിയിലേക്ക് എത്തുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മാറുന്നില്ല എന്ന് മാത്രമല്ല, കുറച്ചുകൂടി വഷളാകുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അർജുൻ രാജാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.